ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കട്ടെ. ഈ ഒരു പാക്കറ്റ് മുഴുവൻ വേണ്ടിട്ട് ഒരു 12-14 എണ്ണം മതി കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. ആ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണേ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ബിസ്ക്കറ്റെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അരച്ചെടുത്ത കൂട്ടൊന്ന് അരിച്ചിട്ട് വേണം ഈ സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് ഇപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കട്ടെ. എന്നിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു കസ്റ്റാർഡ് കൂടി റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ കസ്റ്റാർഡ് ഒന്നും കൂടി ഇളക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതൊന്ന് കുറുക്കി എടുക്കട്ടോ. ഇത് കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ ഇതാ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഇതിൻ്റെ മേലെ കുറച്ചൊരു നട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കണേ. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പുഡിംഗ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.